സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ ഫിഷ് ഫ്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ആദ്യം ഈ ബാസ്ക്കറ്റ് പുറത്തെടുത്ത് ഇതിൽ ഫ്രൈയിങ് ട്രേ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാസ്ക്കറ്റ് എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കാം. ഇനി 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം ചൂടാക്കാം. ഞാൻ ഈ വലിയ നെയ്മീനാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റും 1 ടീസ്പൂൺ കടുകരച്ചതും പകുതി പുളിനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ഇതൊന്ന് ചേർത്തെടുക്കാം. കൈകൊണ്ട് ചേർത്തെടുക്കുന്നതാണ് നല്ലത്. ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ നല്ലതാണ്. അത് നിർബന്ധമില്ല. ഇനി ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടായതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി 10 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇത് ഓയിൽ കൂട്ടാൻ പാടില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഓയിൽ എന്തായാലും ആരോഗ്യമുള്ളവർക്കും അധികമായാൽ മോശമാണ്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് മറിച്ചിട്ട ശേഷം 10 മിനിറ്റ് കൂടി വയ്ക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ മീൻ മസാല ചേർത്ത് അരമണിക്കൂർ നേരം വെക്കണം. എന്നാലാണ് നല്ല സ്വാദുണ്ടാവുക. ഇത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ടൈമർ ഉള്ളതുകൊണ്ട് തനിയെ ഓഫാവും. കരിഞ്ഞു പോകും എന്ന് ചിന്തിക്കുകയും വേണ്ട. ഇതിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ചൂടാകുമ്പോൾ ഇങ്ങനെ 2 ലൈറ്റുകൾ കത്തും.
ടൈമർ ഉള്ളതുകൊണ്ട് ടൈം ആവുമ്പോൾ ഓഫാവും. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ മീൻ ഫ്രൈ ചെയ്തത് പേടിക്കാതെ കഴിക്കാം. ഓയിൽ കഴിച്ച് ശരീരം കേടായി എന്നു ചിന്തിക്കുകയും വേണ്ട. ഇതിൽ ഞാൻ പലതും ഉണ്ടാക്കി നോക്കി, ഒന്നും മോശമില്ല. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങി ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കൂ. ഇത് ഇങ്ങനെ ആയ ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഓയിൽ അഥവാ കൂടിയാൽ ബാസ്ക്കറ്റിലേക്ക് ഉറ്റിപ്പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആ ഭാഗം ആയ ഉടനെ മറിച്ചിട്ട് മറുവശത്തും ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി അതും ഒരു 5 മിനിറ്റ് നേരം വെച്ച് കൊടുക്കാം. ആകെ ഇത്ര സമയമേ ആവശ്യമുള്ളൂ. ഇത് നോക്കി നിൽക്കാതെ തന്നെ നല്ല ഭംഗിയായി പണികൾ ചെയ്തു തീർക്കാം. ഇനി നമുക്ക് ഇതിൽ എന്തു വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇതെനിക്ക് ദീപാവലിക്ക് എൻ്റെ മകൻ എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്.
ശരിക്കും ഇത് ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്തതുപോലെ തന്നെ ഉണ്ട്. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.